മാതൃശാപം, പിതൃശാപം, ഗുരുശാപം, ബാലശാപം ഒക്കെ കേൾക്കും. മാതൃശാപം, ഗുരുശാപം, ബാലശാപം, അങ്ങനെ ശാപങ്ങൾ ഒരുപാടുണ്ട്. അവൻ്റെ മകള് പഠിച്ചു പെട്ടെന്ന് ഇംഗ്ലണ്ടിൽ പോയി ജോലി ചെയ്ത് നന്നായി. എൻ്റെ മോളിങ്ങനെ ആയല്ലോ, അപ്പം പോയി കൂടോത്രം ചെയ്യും. അത് പാടില്ല, അറിയാൻ പറ്റും. നമുക്ക് ക്ഷീണം, ബുദ്ധിമുട്ട്, നമുക്കൊന്നിനും താല്പര്യമില്ലായ്മ, ചെയ്യാൻ പറ്റില്ല, ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന അമ്പലത്തിൽ പോകാൻ തോന്നുന്ന പറ്റില്ല, പോകാൻ തോന്നില്ല, പള്ളിയിൽ പോകാൻ തോന്നില്ല, അവർക്ക് ശിക്ഷ കിട്ടും തീർച്ചയായിട്ടും. അതിലൂടെ ഓരോ കൂടോത്രമൊക്കെ ചെയ്യുന്നവർ നരകിച്ചാൽ മരിക്കുള്ളൂ, ഉടുത്തു ഭരിക്കാന്ന് പറയില്ലേ, അങ്ങനെ ഉണ്ടാവും. കർക്കിടക മാസത്തിൽ ചുറ്റിയോടുകൂടി രാമായണ വായന, ചിങ്ങമാസം 1-ാം തീയതി അഭിഷേകം ചെയ്യുന്നു, പിന്നെ ദേവി മാഹാത്മ്യം വായിക്കുന്നു. ഇതെല്ലാം ചിട്ടയായിട്ട് ചെയ്താൽ ചിങ്ങമാസത്തിൽ നമുക്ക് സമൃദ്ധി ഉണ്ടാകും. കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുത് പൂമാല, നെയ്വിളക്ക്, പൂമാല, പായസം. നമ്മളെപ്പോഴും എഴുന്നേൽക്കുമ്പോൾ ആദ്യം തന്നെ അടുക്കളയുടെ വലതോ എന്തെങ്കിലും നെഗറ്റീവ് വരുന്നാലും പൊക്കോൾക്കും. നമ്മൾ സിനവൻ പൊടിയില്ലേ, കറുവപ്പട്ട പൊടി, ആ പൊടി കൈയെടുത്തിട്ട് ആ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അകത്തേക്ക് ഊതുക. കുബേരലക്ഷ്മി സ്വാഗതം, സന്തോഷമായി. കാരണം കർക്കിടകമൊക്കെ കഴിഞ്ഞു, ദുർഘടം കഴിഞ്ഞു, പിന്നെ നമ്മൾ ചിങ്ങമാസത്തെ വരവേൽക്കും. നമസ്കാരം. ചില ആൾക്കാരെ ദേഷ്യം വരുമ്പോഴത്തിൽ നിന്റെ തലയിൽ തീ വീഴുമ്പോട്ടെ ഇങ്ങനെ ശാപവാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ശരിക്കും ഇതൊക്കെ നമുക്ക് ശാപമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വരുമോ? നമസ്കാരം. ഗുരുഭ്യോ നമ. ജയ് ശ്രീരാം, ജയ് ഹനുമാൻ. ശാപങ്ങൾ പലതരത്തിലുണ്ട്. ശാപങ്ങൾ പറ്റും തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ പലതരത്തിൽ ശാപങ്ങളുണ്ട്. ഇപ്പം ശപിക്കുന്ന ശാപങ്ങൾ നേക്കണമെന്നില്ല. അതായത് പറയില്ലേ, കാക്ക പ്രാവില്ല, കോഴി ചാവില്ല എന്നൊക്കെ പറയില്ലേ, അത് വേറെ. വെറുതെ ഒരാളെ ശപിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ അമ്മ, മാതൃശാപം, പിതൃശാപം, ഗുരുശാപം, ബാലശാപം ഒക്കെ കേൾക്കും ശരിക്കും. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് കളിക്കായാലും തട്ടിപ്പറിച്ചെടുത്താൽ മനസ്സ് വിഷമിക്കാതിന് അത് ശാപമായിട്ട് വരും. പിന്നെ അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാകില്ലല്ലേ, ശാപമായിട്ട് വരും. ബാലശാപം, ബാലശാപം. പിന്നെ ടീച്ചേഴ്സ്, ഗുരുശാപം. നമ്മളിപ്പം ടീച്ചേഴ്സിനെ കണ്ടു മിണ്ടിയില്ല, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ടീച്ചർ നമ്മളെ കണ്ടിട്ടുണ്ടാവും, മിണ്ടാണ്ട് പോയല്ലോ. നമ്മൾ വലിയ ഹൈ പൊസിഷനാണെങ്കിലാണ് തീർച്ചയായും പ്രശ്നം. സാധാരണക്കാരാണെങ്കിൽ ടീച്ചർമാരും ശ്രദ്ധിക്കില്ല, അതിന് ഗുരുശാപം എന്ന് പറയും. പിന്നെ ബോസ്, നമ്മൾ എന്തൊക്കെ ചിത്രം മിണ്ടില്ല, നമ്മൾ സഹിക്കും, മനപ്രാക്കായിട്ട് വരും, അത് പ്രാക്കാണ്, ശാപമാണത്. ബോസിനോട് തീർത്തു വരാൻ പറ്റുമോ? അതൊരു ശാപം. 12 തരത്തിലുള്ള ശാപങ്ങളുണ്ട്. ശാപങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ എനിക്ക് വെറുതെ ഒരാൾ ശപിച്ചാലും നമുക്ക് പറ്റുന്നില്ല, മനസ്സ് വിഷമിച്ച് പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. എൻ്റെ ദൈവമേ, എന്നാൽ എന്നോട് ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ശാപമായിട്ടുള്ളൂ. അതിന് ശാപങ്ങൾ വന്നാൽ ഞാൻ ഹൈദരാബാദിലെ മഹാദേവനെ പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ, ഇത് അമാവാസി പൗർണ്ണമി കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ഉണ്ടാവും. ആ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് നെയ്വിളക്ക്, കുവളമാല, പാൽപ്പായസം ഇതൊക്കെ കഴിച്ചാൽ മാറും. പിൻവിളക്ക് ഇതൊക്കെ ചെയ്താൽ. മാതൃശാപം, മാതാവിനെ തിരിഞ്ഞു നോക്കാതിരിക്കുക, കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കി വിദേശ ജോലിയായി ഭാര്യയെ കിട്ടിയ പിന്നെ അമ്മയച്ഛനും വേണ്ട, അവർക്ക് ഇപ്പോൾ ഓക്കെ പറയും, കുറച്ച് അവർ അനുഭവിക്കും. അത് മാതൃശാപം. ചിലപ്പോൾ അമ്മയ്ക്ക് ഒരു കഥയുണ്ട്, ഒരു കുട്ടിക്ക് കണ്ണുപോയി, എന്തോ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ കണ്ണാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് മകൻ പഠിച്ചു വലുതായി, മകൻ ജോലിയായി, വിദേശത്ത് പോയി ജോലി കിട്ടി, കല്യാണം കഴിച്ച് കുട്ടികളുമായി. ഈ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം മോനെ സ്പർശിക്കണമെന്ന്. കണ്ണില്ലല്ലോ, കണ്ണ് മകന് കൊടുത്തതല്ലേ, സ്പർശിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. മകനാണ് ഈ നാണക്കേട്, കണ്ണില്ലാത്ത അമ്മയും കൂടെ പോണെങ്ങനെയാണ്, അമ്മ കണ്ണില്ലല്ലോ. അങ്ങനെയായി ഈ അമ്മ പലരോടും പറഞ്ഞ അവസാനം ഈ അമ്മ മരിച്ചു കഴിയുമ്പോൾ അവ മനസ്സിലായി അമ്മയുടെ കണ്ണാണ് എനിക്ക് തന്നത്. എത്രത്തോളം വിഷമായിരിക്കും അവന്. ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പം പലരും പറഞ്ഞറിഞ്ഞു, ആദ്യം അറിഞ്ഞ മകൻ, അമ്മ പറഞ്ഞിട്ടില്ല. അവസാനം അമ്മ ആരോട് പറഞ്ഞു, എൻ്റെ കണ്ണ് കൊടുത്താൽ അവൻ, എനിക്ക് കണ്ണായില്ലാണ്ടായത്, എന്നെ തിരിഞ്ഞു നോക്കണമെന്ന് പറയും. അതുപോലെ വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ മാതാവിനെ സ്നേഹിക്കണം. വർഷത്തിലേക്ക് 2 വർഷത്തിലേക്ക് മാതാവിൻ്റെ ഡ്രസ്സ് ഇഷ്ടംപോലെ ഉണ്ടായാലും ശരി, വസ്ത്രങ്ങൾ കൊടുക്കണം. അവരെ പിറന്നാൾ ദിവസങ്ങളിൽ അവിടെ ആശംസിക്കണം, അവരെ ആശംസിക്കുക, അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുക. ഇതൊക്കെ ചെയ്തിട്ട് മാതൃശാപം കിട്ടും. 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയാണ്, 1 മാസം ആയാൽ തന്നെ ദൂരം വിഷമങ്ങളാണ്. 10 മാസം വന്ന്, അതായത് ശങ്കരാചാര്യർക്ക് അമ്മ ശങ്കരാചാര്യ അമ്മയ്ക്ക് മുറുക്കും പണ്ടൊക്കെ വെറ്റിൽ കൂടി തലക്കിട്ട് കൊടുത്തു, പറിച്ച് കഴിക്കാമല്ലോ. പക്ഷേ അപ്പോൾ പറഞ്ഞെന്താ, മോനെ നിന്നെ 10 മാസം ചുമന്ന് ഒരു ഉമ്മറപ്പടി കടന്ന്, പഴത്തെ ഉമ്മറപ്പടി ഇത്ര പൊക്കാണേ, കടന്നതിന് അത്ര വരില്ലായിരുന്നു. അമ്മ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒരുപാടുണ്ട്, വ്യാഖ്യാനിക്കാൻ പറ്റാത്ത അമ്മ.
അമ്മയോട് കൂടി ജീവിക്കാൻ പറ്റാത്തൊരു മഹാ ദൗർഭാഗ്യമുള്ളവരാണ്. അത്രയും പവർഫുള്ളാണ്. അപ്പോൾ അവരുടെ മാതൃശാപമാണ് ഏറ്റവും വലിയ ശാപം. മാതൃശാപം, ഗുരുശാപം, ബാലശാപം, അങ്ങനെ ശാപങ്ങൾ ഒരുപാടുണ്ട്. ശാപങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും, പെട്ടെന്ന് ഡൗണായി പോകും. നമ്മൾ ഉയർത്തിൽ നിന്ന് ഈ പാമ്പ് മേണി എന്നൊരു സംഭവം പണ്ടുണ്ട്. 99 നേരെ താഴേക്ക് വരും. ഒരു കളി കണ്ടിട്ടുണ്ടാവും, സ്നേക്ക് ആൻഡ് ലാഡർ എന്നൊരു കളിയുണ്ട്, പാമ്പ് മേണി എന്ന് പറയും. അതിൽ 99 നേരെ താഴേക്ക് വരും എന്നൊരവസ്ഥയാവും ശാപം കിട്ടിയ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ജീവിച്ചിരുന്നവർക്ക് കൊണ്ട് ചെയ്യാം. മരിച്ചുപോയ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി അമാവാസി പൗർണമി കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക്, കുളമാല, പാൽപ്പായസം ഒക്കെ ചെയ്താൽ ആ ദോഷത്തിനൊപ്പം ശമനം ഉണ്ടാവും. പരിഹാരമുണ്ട്. പരിഹാരത്തിനൊന്നും ഭൂമിയിലില്ലല്ലോ. ഈ ചില അമ്മച്ചിമാരോ അല്ലെങ്കിൽ വയസ്സായവരൊക്കെ വീട്ടിലിരുന്ന് ചുമ്മാ പിറുപിറുത്തിരിക്കത്തില്ലേ? അപ്പൊ അത് ഷാബൂട്ടൊക്കെ ഇരിക്കും. എനിക്കറിയാവുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ വീട്ടിലാണോ ആക്ച്വലി നെഗറ്റീവായിട്ട് വരിക, അതോ അത് ആരെയാണോ ഷാബൂടുന്നത് അവർക്കാണോ? നമ്മളെ വീട്ടിലിരുന്ന പ്രാവണത്. കാരണം അവർ പ്രാവികൾ നമുക്ക് ആർക്ക് കേൾക്കൂല. പക്ഷെ ആ പ്രാക്ക് നമ്മുടെ വീട്ടിലേക്ക് അവർ നെഗറ്റീവായിട്ട് വരും. നമ്മൾ കൈ കൊട്ടി ഒച്ച വെക്കില്ലേ എന്ന മാതിരി ഈ ഇങ്ങനെ വീട്ടിൽ പ്രാവരുത്. കാര്യം ചീത്ത വാക്കുകൾ പറയരുത്. നമ്മൾ ചീത്ത വാക്ക് പറഞ്ഞാൽ ബൂമറാങ് പോലെ തിരിച്ചടിക്കും. ഒരിക്കലും ചീത്ത പറയരുത്, ഒരാളെ പറ്റി നെഗറ്റീവ് പറയരുത്. ഒരു സ്ത്രീ മോശമായിക്കോട്ടെ, നമ്മൾ മോശമാണ് നമ്മൾ പറയാൻ പാടില്ല. അവരെന്തും ആയിക്കോട്ടെ, വിട്ടേക്കുക. അത് ആ ദോഷം അവർ ചെയ്യുന്ന പാവത്തിന് ദോഷം നമുക്കാ വരിക. പിന്നെ അവന് പൈസ ഉണ്ടായി അല്ലോ കുഴൽപ്പണോ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. അത് തിരിച്ചടി വരും. പൈസ ഉണ്ടായിക്കോട്ടെ, നല്ലതല്ലേ. അങ്ങനെ ചിന്തിക്കുന്ന എന്നാണോ അന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഒരാൾ കാറ് മേടിച്ചു, നല്ല കാറട്ടോ, നന്നായി, സന്തോഷം. അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിവ് എന്ന് വരുന്നു അന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അത് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവൻ്റെ മകള് പഠിച്ചു, പെട്ടെന്ന് ഇംഗ്ലണ്ടിൽ പോയി ജോലി ചെയ്ത് നന്നായി. എൻ്റെ മോളിങ്ങനെ ആയല്ലോ, അപ്പം പോയി കൂടോത്രം ചെയ്യും. അത് പാടില്ല. അത് രക്ഷപ്പെട്ടല്ലോ, നല്ല കാര്യം. അങ്ങനെ വിചാരിച്ച് ഈ കുട്ടി രക്ഷപ്പെടും. അങ്ങനെ ചിന്തിക്കാനുള്ള മനസ്സ് പെട്ടെന്നൊന്നും വരില്ല. മെഡിറ്റേഷനൊക്കെ ചെയ്താൽ വരും. മെഡിറ്റേഷനൊക്കെ നിരന്തരമായി ചെയ്യുന്നവർക്ക് അതൊക്കെ ശരിക്കും വരും. അറിയാൻ പറ്റും. നമുക്ക് ക്ഷീണം, ബുദ്ധിമുട്ട്, നമുക്കൊന്നിനും താല്പര്യമില്ലായ്മ, ചെയ്യാൻ പറ്റില്ല, ആഗ്രഹം കൊണ്ട് ചെയ്യണം, അമ്പലത്തിൽ പോകണം തോന്നുന്ന പറ്റില്ല, പോകാൻ തോന്നില്ല, പള്ളിയിൽ പോകാൻ തോന്നില്ല, ഇങ്ങനെയൊക്കെ ഒരു ഇത് വരുമ്പോൾ നെഗറ്റീവ് ഫീലിംഗ് ആണ്. അപ്പോൾ സാധാരണ ഉടനെ ആശുപത്രി കൊണ്ടുപോകും. അപ്പോൾ അവർ നോക്കുമ്പോൾ MRI ഹോസ്പിറ്റലുകാരിക്കല്ലോ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഒരു വസ്തു ഇല്ലാത്ത എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത രാജഗിരിയിൽ. അപ്പോൾ അത് പെട്ടെന്ന് തളറിയെന്ന് പറഞ്ഞ് ആക്കിയതാണ്. അത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നിട്ടാണ്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരം ഉണ്ടാവാറില്ല. ഇപ്പോഴാണ് കൃത്യമായിട്ട് കഴിക്കുന്നത്. ഒരിക്കലും മുമ്പ് പറ്റില്ലായിരുന്നു. നേരത്തെ തിരക്ക് പിടിച്ച് പോകണ്ടേ. അതിപ്പോൾ നമ്മുടെ കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തെ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ MRI CT ഒക്കെ കുറേ കാശ് മേടിക്കും. പക്ഷെ നമുക്ക് ശരിക്കും ഇത് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഉപ്പിട്ട് കുളിക്കുക. എന്തെങ്കിലും നെഗറ്റീവ് വന്നതിന് ഉടനെ ഉപ്പിട്ട് കുളിക്കുക, ഉപ്പിട്ട് കൈ കഴുകുക. അപ്പോൾ കുറേ മാറ്റം വരും. അപ്പോൾ നമുക്കറിയാം ഇതെന്തോ ഇതാണെന്ന്. പിന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കാം. ശിവക്ഷേത്രം, ഞാൻ ഹൈന്ദവ രീതിയിലാണ് പറയുന്നത്. ശിവക്ഷേത്ര അഘോരമന്ത്ര പുഷ്പാഞ്ജലി, ഭദ്രകാളി ക്ഷേത്ര രക്തപുഷ്പാഞ്ജലി ഒക്കെ ചെയ്താൽ മാറ്റും. ഞാൻ പോയി ഒരാളടുത്ത് പറയുകയാണ് ഇന്നയാൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ശിക്ഷ കിട്ടും, തീർച്ചയായിട്ടും. അതിലൂടെ ഓരോ കൂടോത്രമൊക്കെ ചെയ്യുന്നവർ നരകിച്ചാൽ മരിക്കുള്ളൂ, ഉടുത്തു ഭരിക്കാന്ന് പറയില്ലേ, അങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒരാളുടെ ജീവിതത്തെ ബ്ലോക്കാക്കാൻ പാടില്ല. നമുക്ക് കൈവശം ഇതൊക്കെ ഒന്നും പാടില്ലാത്ത കാര്യമാണ്. ചെയ്യല്ലേ ആൾക്കാരെ വശീകരിക്കാനൊക്കെ ചെയ്യല്ലേ. എനിക്ക് കൈവശം തന്നിട്ടുണ്ടെന്ന് ഒരു 5 വർഷമായിട്ട് കാണാൻ പറഞ്ഞു. അമ്മയ്ക്ക് എന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, അതൊക്കെ ചുമ്മാ പറയണ കാശ് കിട്ടാൻ. കൈവശം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ലല്ലോ. കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ മറ്റേ ക്ഷീണം, കൂട്ടുവായിടുക, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കുറച്ച് നേരം ഇരിക്കാൻ പറ്റില്ല. കൈവശമൊന്നും നോക്കില്ല. ഇപ്പം മറ്റത് സ്പൈനൽ കോഡിൻ്റെ പ്രശ്നമായിരിക്കും, ആ വേദന. അത് ജനിച്ചപ്പോൾ ഉള്ളതാ. അതിനെന്തോ ഒരു ഓപ്പറേഷനൊക്കെ ഉണ്ട്. ആ പിന്നെ വേറൊരു സംശയം ഞാൻ ചോദിക്കട്ടെ, എന്റെ കൂടെ ഒരു ആത്മാവുണ്ടെന്നും അത് ജാതകം നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റില്ല. ആരെങ്കിലും അബോഷനായിട്ടുണ്ടോ നമ്മുടെ മുകളിലുള്ള ചേട്ടനോ ചേച്ചിയോട്ടെ? അപ്പൊ പിന്നെ പറ്റില്ല. ഞാൻ പറഞ്ഞത് എന്റെ കൂടെ
ഒരു ആത്മാവ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആദ്യം ഒരു ജോത്സ്യം പറഞ്ഞതിന്റെ കൂടെ ഒരു ആത്മാവുണ്ട്. അപ്പൊ പുള്ളി പെൻഡുലം ജോത്സ്യം, അപ്പം അത് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹിപ്നോസിസിൽ ചെയ്യുന്ന ഒരു സാറെ കണ്ടപ്പോഴത്തേനും പറഞ്ഞു ഒരു ആത്മാവുണ്ട്, പക്ഷെ അത് വൈറ്റ് ഓറയായിട്ടാണ് കാണുന്നത്. ചില സമയത്ത് യെല്ലോയിലോട്ട് മാറും. എനിക്ക് ഗൈഡൻസ് തരുന്നതാണ്, അല്ലാണ്ട് എനിക്ക് നെഗറ്റീവ് തരുന്ന ആളല്ല. അത് ദേവതയായിരിക്കും, നമ്മുടെ കുടുംബദേവതയായിരിക്കും. ഓ അങ്ങനെയാണല്ലേ. കുടുംബദേവത ഉണ്ടെങ്കിൽ വരും, അങ്ങനെ വരും. നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആത്മാക്കളും നെഗറ്റീവായിട്ടുള്ള ആത്മാക്കളും ഉണ്ടോ? പോസിറ്റീവ് ആത്മാക്കൾ ദേവന്മാര്, ദേവതകള്, കുടുംബദേവത, അത് നല്ലതാ. നല്ലതാ. ഈ നെഗറ്റീവുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ അപോഷണമൊക്കെ വരുമ്പോൾ ഇപ്പം നമ്മൾക്ക് അടുത്ത കുട്ടി ഉണ്ടാകുമ്പോൾ പ്രശ്നം ഉണ്ടാവാതെ നോക്കണം. അപ്പം അങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്താണ് അപോഷണമാക്കിയത്? സാധ്യത. പക്ഷെ അത് മറ്റേ കുട്ടിക്ക് പ്രശ്നമാവും, അവനക്ക് ദേഷ്യം വരും ആ കുട്ടിക്ക് നമ്മളോട്. അതപ്പം നോക്കാം, നമുക്ക് സമാധാനമുള്ള കാര്യമല്ലേ. അപ്പോൾ ആത്മാവ് കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള ആത്മാവുണ്ട്, അത് നല്ലതാണ്, ദൈവികത. പക്ഷെ ഇപ്പം ഞാൻ ആത്മാവിനെ ഞാൻ കാണാനില്ല. ഇനി നമുക്കൊരു കോട്ടുവായി വരും, അതൊന്നുമില്ല. എനിക്ക് നെഗറ്റീവുള്ള ആൾക്കാരെ കാണുമ്പോൾ കോട്ടുവായി വരും. ഞാനൊക്കെ കൗടിയൊക്കെ വയ്ക്കുമ്പോൾ ഈ ചില ആൾക്കാർ അയ്യോ രക്ഷയില്ല, അതൊന്നുമില്ല, പോസിറ്റീവാണ്. പിന്നെ ഓണമൊക്കെ വരാൻ പോവല്ലേ, അപ്പൊ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കാൻ വേണ്ടിട്ട് ഓണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത്? കർക്കിടക മാസത്തിൽ ചിട്ടയോടുകൂടി രാമായണ വായന, ചിങ്ങമാസം 1-ാം തീയതി അഭിഷേകം ചെയ്യണു, പിന്നെ ദേവി മാഹാത്മ്യം വായിക്കണു. ഇതെല്ലാം ചിട്ടയായിട്ട് ചെയ്താൽ ചിങ്ങമാസത്തിൽ നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവും. അതാണ് ചിങ്ങമാസം 1-ാം തീയതി തന്നെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം 1-ാം തീയതി ചെയ്യേണ്ട കാര്യമാണ്. ചിങ്ങമാസം 1-ാം തീയതി എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ് സംക്രമം എന്നുണ്ടാവും. ആ സംക്രമം കഴിഞ്ഞാണ് 1-ാം തീയതി എന്നുള്ളത്. 1-ാം തീയതി ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പോയി തൊഴുക. പറ്റുമെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോകുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള നാട്ടിലുള്ള ഗ്രാമക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക. ഗണപതി ഹോമം നടത്തുക നമ്മുടെ പേരിൽ, നല്ലതാണ്. പിന്നെ അന്ന് നക്ഷത്രം, ഇപ്പം ചിങ്ങമാസം 1-ാം തീയതി നക്ഷത്രം ആ നക്ഷത്രം വരുന്നവരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കൃഷ്ണൻ്റെ അമ്പലത്തിൽ സുഭദ്രശ്ര മന്ത്ര പുഷ്പാഞ്ജലിയും കഴിപ്പിക്കണം. കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുത് പൂമാല, നെയ്വിളക്ക്, പൂമാല, പായസം, നമ്മുടെ കുടുംബക്ഷേത്രം അടുത്താണെങ്കിൽ. ദൂരെയാണെങ്കിൽ പറ്റില്ല, അപ്പോൾ സമീപത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഇതുപോലെ തന്നെ നെയ്വിളക്ക്, പൂമാല, പായസം ഇത് കഴിപ്പിക്കുക. പിന്നെ അന്ന് വീട്ടിലേക്ക് പാല്, തൈര്, പഞ്ചസാര, ഏലക്കായ ഇതൊക്കെ വാങ്ങിക്കുക. ഐശ്വര്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. അതെ, വെളുത്ത സാധനമല്ലേ പഞ്ചസാരയൊക്കെ. പാവയ്ക്ക, കോവയ്ക്കൊന്നും മേടിക്കരുതെന്ന് ദിവസം. ആവയ്ക്ക, കോവയ്ക്ക, കൈപ്പുള്ളൊന്നും മേടിക്കരുത്, എരിവും കൈപ്പുള്ളത് മേടിക്കരുത്. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ രാവിലെ എഴുന്നേൽക്കും, വാതിൽ തുറക്കുക. നമ്മളെപ്പോഴും എഴുന്നേൽക്കുമ്പോൾ ആദ്യം തന്നെ അടുക്കളയുടെ വാതിൽ തുറക്കണം. എന്തെങ്കിലും നെഗറ്റീവ് വരുന്നാലും പൊക്കോൾ പുറത്തേക്ക്. എന്നിട്ടാണ് മുൻവശത്തെ വാതിൽ തുറക്കുക. മുൻവശത്തെ വാതിൽ തുറക്കുമ്പോൾ വരലക്ഷ്മി വരൂ വരൂ എന്ന് പറയണം. 1-ാം തീയതി പ്രത്യേകിച്ചും. പിന്നെ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് നമ്മൾ സിനമൻ പൊടിയില്ലേ, കറുവപ്പട്ട പൊടി, ആ പൊടി കയ്യെടുത്തിട്ട് ആ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് അകത്തേക്ക് ഊതുക. കുബേരലക്ഷ്മി സ്വാഗതം എന്ന് പറഞ്ഞു ഊതണം. നല്ലതാണ് അതൊക്കെ, പോസിറ്റീവ് എനർജി ഉണ്ടാവും. പിന്നെ മഞ്ഞളും ഇതൊക്കെ ഇട്ട് തുടയ്ക്കും, വീടൊക്കെ തുടയ്ക്കും, അതൊക്കെ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാവുന്ന കാര്യമാണ്. ഓണം എല്ലാം 1-ാം തീയതി ചെയ്യണം. മലയാളം, ഇംഗ്ലീഷ് എല്ലാം 1-ാം തീയതി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓണം എന്ന് പറയുമ്പോൾ 10 ദിവസമല്ലേ, അത് മഹാബലിയെ വരവേൽക്കുക. മഹാവിഷ്ണുവാണ് വരുന്നത്. മഹാബലി എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു വരുന്നത്. ഓണം 10 ഓണം, അത്തം തുടങ്ങി നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങും. അത്തം എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് വിനായക ചതുർത്ഥി വരും. വിനായക ചതുർത്ഥിക്ക് ഗണപതിയെ കാണാൻ പാടില്ല. വിനായക ചതുർത്ഥിക്ക് ഗണപതിക്ക് മന്ത്രങ്ങൾ ചെല്ലണം. അഷ്ടമിരോണി വരുന്നുണ്ട്, അതിനും പ്രത്യേകമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. അഷ്ടമിരോണിക്ക് അവിൽ കൊടുക്കുക. ഈ ശോഭായാത്രയ്ക്ക് പോകുന്നവർക്ക് അവിൽ വാങ്ങിച്ചു കൊടുക്കുക. ഒരു ചാക്കവിലോ 6 ചാക്ക, അവിടെ കഴിവനുസരിച്ച് അവിൽ കൊടുത്താൽ അടുത്ത കൊല്ലാകുമ്പോഴേക്കും സമ്പത്തുണ്ടാവും. അത്ര പവർഫുള്ളാണ് അവിൽ. അങ്ങനെ കൊടുക്കുക. ഭക്ഷണമല്ലേ അത്. അങ്ങനെയൊക്കെ നമ്മൾ കൃഷ്ണാഷ്ടമി വന്നു. പിന്നെ അങ്ങനെ വിശേഷങ്ങൾ ഒരുപാടുള്ള മാസമാണ് ചിങ്ങമാസം. ഓണക്കോടികൾ ധാരാളം കിട്ടുന്ന മാസമാണ്. സന്തോഷമുള്ള മാസമാണല്ലോ അല്ലേ? സന്തോഷമായി. കാരണം കർക്കിടകമൊക്കെ കഴിഞ്ഞു, ദുർഘടം കഴിഞ്ഞു, പിന്നെ നമ്മൾ ചിങ്ങമാസത്തെ വരവേൽക്കായി. പിന്നെ ചിങ്ങമാസം ഓണായി, പൂവിളികളായി. പൂവിളിയൊന്നും ഇപ്പം ഇല്ല, പണ്ടാ പൂവിളിയൊക്കെ. പൂവിളിയൊന്നും ഇപ്പം ഇല്ല. പണ്ട് പൂ പറിക്കാനൊക്കെ പോകും. പൂ പറിക്കാൻ പോകുമ്പോൾ കൂട്ടുകാർ വിളിക്കും. വിളിക്കുമ്പോൾ നമ്മൾ പോയി പൂവൊക്കെ പറിച്ചു. ഇപ്പം അതൊന്നും ഇപ്പം കാശ് കൊടുത്ത് മേടിക്കുക പൂവ്. ഇപ്പോൾ പൂക്കടയിൽ നിന്ന് 100 രൂപയ്ക്ക് പൂ, 50 രൂപയ്ക്ക് പോകുന്ന പറഞ്ഞാൽ പൂ മേടിച്ചാണ് പൂടുന്നത്. അപ്പം അങ്ങനെ പിന്നെ എല്ലാവർക്കും ഓണത്തിന് സന്തോഷമാണ്. പുതിയ ഡ്രസ്സുകൾ, പുതിയ നല്ല ഭക്ഷണം ഇതൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാർക്കൊക്കെ നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പുണ്യപ്രവൃത്തികളാണ് ചെയ്യുന്നത്.
നമുക്ക് ഭിക്ഷാടകരൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേനും ചില ആൾക്കാർ പറയാറുണ്ട് അത് നല്ലതല്ല, നമ്മൾ അവരെ അങ്ങനെ എൻകറേജ് ചെയ്യുന്നത് നല്ലതല്ല, ഇവരുടെ പുറകെ മാഫിയാസും കാര്യങ്ങളൊക്കെ അതങ്ങനെ അതൊരു സൈഡില്. പക്ഷെ നമ്മൾ അല്ലാതെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിൽ ഒരാൾ കൈ നീട്ടുമ്പോൾ ആരോ ആയിക്കോട്ടെ നമ്മൾ അവർ കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്കത് നെഗറ്റീവ് ആയിട്ടായിരിക്കും ഒരു ക്ഷണിച്ചിട്ടായിരിക്കാം പോവുക എന്നൊക്കെ പറയാറുണ്ട്. അത് സത്യമാണ്. നമ്മൾ കൊടുക്കണം, പക്ഷെ അകത്ത് കയറ്റരുത്, ഒരു കാരണവശാലും അകത്ത് കയറ്റരുത്. വീടിനകത്ത് അകത്ത് കയറ്റരുത്. പക്ഷക്കാർ വന്ന് പുറത്ത് നിർത്തുക, വെള്ളം വേണമെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വെള്ളം എടുത്ത് കൊടുക്കുക. കാരണം ആ സമയത്ത് കള്ളന്മാരാണെങ്കിൽ അകത്ത് കയറി നമ്മളെ കൊന്നിട്ട് പോകും. അപ്പോൾ ഒരു ഭക്ഷണം കൊടുക്കാം, വാതിലടച്ച് ഉച്ചിട്ടിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് തുറന്നു കൊടുക്കാം. നമ്മളവിടുത്തെ നിൽക്കുക, ഭക്ഷണം കൊടുക്കുകയോ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഒരു കാരണവശാലും അകത്തേക്ക് കയറ്റരുത്. കാരണം അവരെങ്ങനത്തെ ആളും നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ തലക്കടിച്ച് വന്നിട്ട് പോകും. അത് കാരണം ഭിക്ഷക്കാർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ വലുതാണോ ചെറുതാണോ നല്ലതാണോ ചെന്ന് നോക്കണം, അവർക്ക് കൊടുക്കുക. അന്നദാനം മഹാദാനം. ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, പൈസയാണെങ്കിൽ പൈസ കൊടുക്കുക. അതിന് ഒരുപാട് ആവശ്യത്തിന് ഇതൊക്കെ കൊടുത്ത് നല്ലതാണ്. കൊടുക്കുന്തോറും നേരിടും. വിദ്യ പോലെ തന്നെയാണ് ധനവും. കൊടുക്കുന്തോറും നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കും. നിരസിച്ച് വിടരുത്, എന്തെങ്കിലും കൊടുത്തു വിടുക. ചോറ് കൊടുക്കാൻ വേണ്ടി പൈസ കൊടുത്തു വിടുക. പക്ഷെ അകത്ത് കയറ്റരുത്. ഒരു ദിവസം എന്ത് തരക്കാരായാലും അകത്തേക്ക് പ്രവേശിപ്പിക്കരുത്. ഇത് പണി കിട്ടുന്നു. നല്ലതാണ്. ദാനം നല്ലതാണ്. ദാനം കൊടുക്കുന്നവരും നമ്മുടെ ധനം കൂടി വരും. ചില ആൾക്കാരുണ്ട് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ദാനം മേടിച്ചിട്ട് നമ്മളെ പുറകെ ഇരുന്നിട്ട് അതെന്തും പറഞ്ഞോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ദാനം കൊടുത്ത് തീർന്നു, നമ്മളെ അവരുടെ ബന്ധം തീർന്നു. പിന്നെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പം ജോസി തന്നെയായിട്ട് എന്താണെങ്കിലും നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബലം നമ്മൾ കൊടുക്കണമെന്ന് പറയും. അതെ. ഇപ്പൊ നമുക്ക് ഒരാൾ 60 തരുവാണെങ്കിൽ അതിനനുസരിച്ച് അതിനനുസരിച്ച് ബലം നമ്മൾ കൊടുക്കണം. അത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് ദോഷമായിട്ട് വരും. അത് എങ്ങനത്തെ രീതിക്കുള്ള ദോഷമായിട്ടാണ് വരുന്നത്? നമുക്ക് കിട്ടുന്ന ബലം നമുക്ക് ഉപയോഗപ്പെടാതെ പോകും, അങ്ങനത്തെ ദോഷങ്ങളായിരിക്കും. അതെ. കിട്ടാനുള്ള കാര്യം ബിറ്റ്വീൻ ദ സ്പൂൺ ആൻഡ് മൗത്ത്, അവിടെ പോയി നിൽക്കും, കിട്ടില്ല നമുക്ക്. അതാണ് ബിറ്റ്വീൻ ദ സ്പൂൺ ആൻഡ് മൗത്ത് എന്ന് പറയുന്നത്. ഒരു സന്തോഷമായി, ബുദ്ധിമുട്ടില്ല. കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റി. ഇപ്പം പ്രേക്ഷകർക്കും അതെല്ലാം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സമയം അറിയാം ക്ഷീണിച്ച് കാണുമെന്ന് തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. അഡ്വാൻസ് കർക്കിടകത്തിൻ്റെ ആശംസകളും ഓണാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.